കോർപ്പറേഷൻ ഭരണം അനായാസമായി കൈപ്പിടിയിൽ ഒതുക്കാമായിരുന്നിട്ടും അത് നഷ്ടപ്പെടുത്തിയത് ബി.ജെ.പി. നേതൃത്വത്തിന്റെ പിടിപ്പുകേടാണെന്ന് മുൻ ജില്ലാ പ്രസിഡന്റും നേതാവുമായ ശ്രീശൻ അടിയാട്ട്. തൃശൂരിൽ അനുയായികൾ സംഘടിപ്പിച്ച സ്വീകരണ ചടങ്ങിൽ മറുപടി പറയുകയായിരുന്നു ശ്രീശൻ. ഇതായിരുന്നില്ല നല്ല രീതിയിൽ ഒറ്റക്കെട്ടായി നല്ല സ്ഥാനാർത്ഥികളെ നിർത്തിയിരുന്നെങ്കിൽ ഈ കോർപ്പറേഷനിൽ നിർണായക ശക്തിയായി ബി.ജെ.പി. മാറുമായിരുന്നു. എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. ഓരോ മുക്കും മൂലയും അറിയുന്ന വ്യക്തിയാണ് ഞാൻ. ഈ കോർപ്പറേഷന്റെ ഓരോ മുക്കും മൂലയും ഞാൻ അറിയും. എത്രയോ സ്ഥാനാർത്ഥികളെ, കഴിവുള്ള സ്ഥാനാർത്ഥികളെ തഴഞ്ഞുകൊണ്ട്, ജയിക്കുന്ന സ്ഥാനാർത്ഥികളെ തഴഞ്ഞുകൊണ്ട് സ്വന്തം ഗ്രൂപ്പിന്റെ പേരിലോ സാമ്പയുടെ പേരിലോ യാതൊരു ജനങ്ങൾ അറിയാത്ത ആൾക്കാരെ നിർത്തി പരാജയങ്ങളേക്ക് വാങ്ങി. തൃശൂർ എന്തെന്നറിയാത്ത ജില്ലാ നേതൃത്വവും സ്ഥാനാർത്ഥി നിർണയവുമാണ് കോർപ്പറേഷൻ ഭരണം കിട്ടാതെ പോയതിനു പിന്നിൽ. 16 വർഷമായി പാർട്ടിക്ക് പുറത്തു നിൽക്കുന്ന തന്നെ പ്രവേശിപ്പിക്കാൻ രാജീവ് ചന്ദ്രശേഖരൻ തയ്യാറായിട്ടും ചിലർ സ്വാർത്ഥ ലാഭത്തിനായി അത് തടസ്സപ്പെടുത്തുകയായിരുന്നുവെന്ന് ശ്രീശൻ ആരോപിച്ചു. താൻ കടന്നു വന്നാൽ പലർക്കും ഇപ്പോഴുള്ള സുഖസൗകര്യങ്ങൾ നഷ്ടപ്പെടുമോ എന്ന് ഭയമുണ്ടെന്നും പറഞ്ഞു. എന്നെ വിശ്വസിക്കുന്ന പ്രവർത്തകരെ സംരക്ഷിക്കുവാനുള്ള അധികാരം എന്റെ കയ്യിൽ ഉണ്ടാവണം എന്ന് ഞാൻ പറഞ്ഞ സമയത്ത് അദ്ദേഹം പറഞ്ഞു, തീർച്ചയായിട്ടും നിങ്ങൾ എന്റെ ടീമിൽ ഉണ്ടാവും എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അറിഞ്ഞത് അദ്ദേഹത്തിന്റെ ടീമിൽ എന്നെ ഉൾപ്പെടുത്താൻ ശ്രമിച്ചപ്പോൾ ഉടനെ ചിലവരുടെ കുരുപൊട്ടി. കാരണം അവരുടെ കയ്യിൽ ഒന്നുമില്ല. നമ്മളെപ്പോഴുള്ള ആൾക്കാരെ കയറി ചെന്നാൽ അവർക്ക് പിന്നെ അവിടെ നിലനിൽപ്പില്ലല്ലോ. അവര് ശക്തമായിട്ട് എതിർക്കുകയും അദ്ദേഹം ആ ഉദ്യമം തൽക്കാലം മരവിപ്പിക്കുകയും ചെയ്തു. തൃശൂരിൽ വെറും 15,000 പേർ മാത്രം അംഗത്വമുണ്ടായിരുന്ന ബി.ജെ.പിയെ 1,30,000 പേരായി വളർത്തിയതും പാർട്ടിക്ക് ആസ്ഥാന മന്ദിരം നിർമ്മിച്ചതും തന്റെ കാലത്തായിരുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു. കൊടകര കുഴൽപ്പണ കേസും പ്രസംഗത്തിൽ പരാമർശിച്ചു. പാർട്ടിയുടെ ഫണ്ട് പാർട്ടിക്കാർ തന്നെ കൊള്ളയടിക്കുന്നത് തന്റെ കാലത്തായിരുന്നുവെങ്കിൽ മുട്ടുവിറയ്ക്കുമായിരുന്നുവെന്നും അദ്ദേഹം തുറന്നടിച്ചു. നമ്മുടെ പണം നമ്മൾ തന്നെ കൊള്ളയടിക്കുന്ന സംഭവം നിങ്ങൾ ജീവിതത്തിൽ കേട്ടോ? കുഴൽപ്പണം, ബി.ജെ.പിയുടെ പണം ബി.ജെ.പി. എടുക്കുക. ഇതിലൊന്നും ശ്രീശൻ കാലത്ത് ഒരുത്തിനും ചങ്കുറപ്പുണ്ടാവില്ല. അവന്റെ മുട്ടുപറകി പണം തുടങ്ങി ബി.ജെ.പിയുടെ പണം തൊടാൻ ഒരിക്കലും ധൈര്യം ഉണ്ടാവില്ല. മാത്രമല്ല ബി.ജെ.പി. പ്രവർത്തകന് നെഞ്ചു നിവർത്തി നടക്കാൻ ഇവർ പര്യാപ്തമാക്കിയത് നമ്മുടെ പ്രവർത്തനം കൊണ്ട് തന്നെയാണ്. ഹോട്ടൽ എലൈറ്റ് ഇന്റർനാഷണൽ നടന്ന സ്വീകരണ ചടങ്ങ് പാർട്ടി ദേശീയ പ്രസിഡന്റ് നിതിൻ നവീൻ തൃശൂരിലുള്ള ദിവസം തന്നെയായിരുന്നു.